അയ്യോ രക്ഷി, ആരും പേടിക്കണ്ട, ഇത് നമ്മുടെ ഭാർഗവിക്കുട്ടിയാ. വരൂ ഭാർഗവിക്കുട്ടി. എടി കുഞ്ഞിപ്പാത്തു, കുഞ്ഞിപ്പാത്തു. റബ്ബേ, ദേ ഉമ്മ വരണു. റബ്ബുളലമീനായ തമ്പുരാനെ, നിക്കാഹ് കഴിക്കാൻ പോണ പെണ്ണാണ് ഈ കാഫ്രീങ്ങടെ കൂടെ സൊറ പറഞ്ഞിരിക്കാണ്. എന്റെ കുഞ്ഞത്താച്ചുമ്മ, അവർ സ്വതന്ത്രമായി നടക്കട്ടെ, കാലമൊക്കെ മാറിയില്ലേ. ഇത് കണ്ടാ, ഇതാണ് ഭാഗ്യമറുക്. ചുമ്മാ ഉണ്ടാകുമോ? ഇവളെ അന്നമക്കാരിന്റെ പുന്നാരമോളാ. എന്റെ ഉപ്പാക്കേ ഒരു ആനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. ഒന്ന് ചുമ്മാതിരുമ്മ, ഈ പയമ്പുരാണം. അന്റെ ഉപ്പാന്റെ വലിയ കൊമ്പനാന വെറും കുയ്യാനാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ബഷീർ എഴുതിയ കഥ ഞങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്. ഓ, ഒരു കുയ്യാന, അത് അസലുള്ള ആനയായിരുന്നു. പിന്നെ എന്റെ ആനയെ കുറ്റം പറയുന്ന കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തുവിന്റെ നിക്കാഹ് നടക്കും. ഇവളെ ആനിമക്കാരിന്റെ പുന്നാരമോളാ. എന്റെ ഉപ്പാക്കേ ഒരു ആന ഉണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. നിങ്ങളെവിടെ ഇരിക്കുമ്മ, ഇവർക്കൊക്കെ പറയാനുള്ളത് നിങ്ങൾക്കും കേൾക്കേണ്ടേ? ദാ ഉമ്മ ചായ. എന്നെ അറിയുമോ ഉമ്മ? ഞാൻ സൈനബ, മുച്ചീട്ട് കളിക്കാരന്റെ മകൾ. നമ്മന്റെ ബാപ്പ മുച്ചീട്ട് കളിച്ചും പല പല ജോലികൾ ചെയ്തും കുറെ കാശുണ്ടാക്കി. എന്തിനാണെന്നോ? നമ്മെ നിക്കാഹ് കഴിപ്പിക്കാൻ. എന്നിട്ട് നമ്മൾ കെട്ടിയതോ ബാപ്പ മണ്ട മുത്തപ്പാനെ വിളിച്ച് ആക്ഷേപിക്കുന്ന മുത്തപ്പാനെ. പക്ഷേ ബാപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നെങ്കിലും സൈനബയ്ക്ക് മുത്തുപ്പായ്ക്ക് സൈനബയും പെരുത്ത് ഇഷ്ടമായിരുന്നു. നാരായണി പറഞ്ഞത് ശരിയാ, മുത്തപ്പായ്ക്ക് നമുക്ക് മുത്തപ്പാന് മതിയായിരുന്നു. പക്ഷേ ഇപ്പൊ നമുക്കൊരു തോന്നല്, നീ നിക്കാഹ് കഴിപ്പിക്കാൻ ബാപ്പ സ്വരുകൂട്ടിയ കാശുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചാ മതിയായിരുന്നു. എന്നാൽ നമ്മൾ നല്ല ബുദ്ധിയും വിവരവുമുള്ള ആളായിരുന്നു, നല്ല ശീലിന് പത്രാസോടെ ജീവിക്കായിരുന്നു.